100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള അങ്കണവാടി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് വർഷങ്ങളായെങ്കിലും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നില്ല. ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് CPM. ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ഇടവിട്ട് നടക്കുകയല്ലാതെ ജനക്ഷേമ പ്രവർത്തനങ്ങളോട് യാതൊരുവിധ പ്രതിബദ്ധതയും UDF നേതൃത്വത്തിനില്ലെന്നും CPM ആരോപിച്ചു. പുതിയ കെട്ടിടം നിർമ്മിക്കുവാനായാണ് പഴയ അങ്കണവാടി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കുവാനുള്ള യാതൊരു നടപടിയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അങ്കണവാടികളിലെ കുട്ടികളുടെ പഠനം പീഡിക മുറികളിലും വാടക കെട്ടിടങ്ങളിലുമായി തുടരുകയാണ്. പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പാലക്കോട് അങ്കണവാടി പൊളിച്ചിട്ട് 3 വർഷം പിന്നിട്ടുവെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ കളിസ്ഥലമോ ടോയ്ലറ്റ് സൗകര്യമോ ഒന്നുമില്ലാത്ത ഷട്ടർ മുറിയിലാണ് 3 വർഷമായി പ്രവർത്തനം. പഴയ കെട്ടിടം പൊളിച്ച് ഇത്ര കാലമായെങ്കിലും പുതിയത് നിർമ്മിക്കുവാൻ യാതൊരു ഫണ്ടും വകയിരുത്തിയിട്ടുമില്ല. 4 വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഇടയ്ക്കിടെ മാറുന്ന കാര്യത്തിൽ മാത്രമാണ് UDFന് ശ്രദ്ധയെന്നും ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും കാണിക്കുന്നില്ലെന്നും CPM ആരോപിച്ചു. വിഷയത്തിന് പരിഹാരമാവാത്ത സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും CPM ഭാരവാഹികളായ K യാക്കൂബ്, വീരാൻ, MT ഷിഹാബ് റഹ്മാൻ, PP മജീദ് എന്നിവർ പറഞ്ഞു. ഈ ഇതിനകത്ത് ഉണ്ട് ശരിക്ക്. പക്ഷെ കുട്ടികളൊക്കെ മറ്റൊരു ഷെഡ് പോലുള്ള ഒരു കെട്ടിടത്തേക്ക് മാറ്റി ഒരു ഷട്ടർ റൂം പോലുള്ള ഒരു ഷട്ടർ റൂമിൻ്റെ കെട്ടിടത്തേക്ക് അതിൻ്റെ ഒരു അറിയത്ത് കുട്ടികൾക്ക് തുറസായി നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ബാത്റൂം സൗകര്യം വേണ്ട രീതിയിലൊന്നും ഇല്ലാത്തൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ട് 3 വർഷത്തോളം ഏകദേശം ഈ അംഗനവാടി പൊളിച്ച് നിരത്തിയിട്ട് യാതൊരുവിധ ഫണ്ടും ഇതിലേക്ക് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. NRGSൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് കെട്ടിടം പണിയും ഉടനടി ടെൻഡർ നടക്കുന്നൊക്കെ പറഞ്ഞതാണ്. ഈ കാലം അത്രയും അതിന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.